ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജുഡീഷ്യൽ സെപ്പറേഷൻ അണ്ടർ സെക്ഷൻ 10 ഓഫ് ഹിന്ദു മാരേജ് ആക്ട് 1955 ആണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. Judicial separation is an instrument devised under law to afford some time for introspection to both the parties to a troubled marriage. Law allows an opportunity to both the husband and the wife to think about the continuance of their relationship while at the same time directing them to live separate, thus allowing them the much needed space and independence to choose their path. ഒരു ഹസ്ബൻഡും വൈഫും ഡയറക്റ്റ് ആയിട്ട് ഡിവോഴ്സിന് പോകുന്നതിന് മുൻപ് അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവർ ഡിവോഴ്സ് ആവുന്നതിന് മുൻപ് തന്നെ അവർക്ക് അവരുടെ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഒരു ആത്മപരിശോധന നടത്താനുള്ള ഒരു ചാൻസ് കൊടുക്കുക, അതല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ജുഡീഷ്യൽ സെപ്പറേഷൻ വഴി കോർട്ട് കൊടുക്കുന്നത്. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന ടൈറ്റിലിൽ തന്നെ ആയിരിക്കും ഇവർ ഇരിക്കുന്നത്, പക്ഷെ അവർ താമസിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും. സോ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്ന ആ ഒരു സമയത്ത് അവർക്ക് തിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. അതായത് ഇവർക്ക് ആലോചിക്കാനുള്ള ഒരു സമയമാണ്. അതായത് ഇവർക്ക് ഈ മാരേജ് ഡിസോൾവ് ചെയ്യണോ അതല്ലെങ്കിൽ ഈ മാരേജ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. സോ ജുഡീഷ്യൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഡിവോഴ്സിന് മുൻപ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന ടൈറ്റിലിൽ തന്നെ ആയിരിക്കും അവർ ഇരിക്കുക, ബട്ട് സെപ്പറേറ്റ് ആയിട്ട് അവർ താമസിച്ചുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പാത്ത് ചൂസ് ചെയ്യാം. അതായത് ഈ മാരേജിനെ പറ്റിയിട്ട് അവർക്ക് തിങ്ക് ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കുകയാണ്. അതായത് മാരേജ് ആയിട്ട് അവർക്ക് മുന്നോട്ട് പോകണോ അതല്ലെങ്കിൽ ഈ മാരേജ് ആയിട്ട് അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ലെങ്കിൽ അവർക്ക് ഡിവോഴ്സ് ആയിട്ട് മുന്നോട്ട് പോകണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. സെക്ഷൻ 10 ഓഫ് ഹിന്ദു മാരേജ് ആക്ട് 1955 അണ്ടറിലാണ് ജുഡീഷ്യൽ സെപ്പറേഷനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഹിന്ദു മാരേജ് ആക്ട് 1955 അണ്ടറിൽ മാരി ചെയ്തിട്ടുള്ള ഏത് സ്പൗസിന് വേണമെങ്കിലും ഈ ജുഡീഷ്യൽ സെപ്പറേഷന് വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കാവുന്നതാണ്. ഈ ജുഡീഷ്യൽ സെപ്പറേഷന്റെ ക്ലെയിം അവർ കോടതി മുൻപാകെ ഫയൽ ചെയ്തിട്ട് കോർട്ട് ഇതിനുള്ള ഓർഡർ പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ ഒരുമിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. അതായത് പിന്നെ അവർ ആ ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് കൊഹാബിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് സെക്ഷൻ 10 ഓഫ് ഹിന്ദു മാരേജ് ആക്ട് 1955 അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫയലിംഗ് ഓഫ് ജുഡീഷ്യൽ സെപ്പറേഷൻ ആണ്. അതായത് ജുഡീഷ്യൽ സെപ്പറേഷൻ നമ്മൾ കോടതി മുൻപാകെ ഫയൽ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്നുള്ളത്. The marriage between the husband and the wife should be solemnized according to Hindu Marriage Act 1955 ആണ്. സോ സെക്ഷൻ 10 ഓഫ് ഹിന്ദു മാരേജ് ആക്ട് 1955 അണ്ടറിൽ ജുഡീഷ്യൽ സെപ്പറേഷൻ നമുക്ക് ക്ലെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കപ്പിൾസ്, അതായത് ഹസ്ബൻഡും വൈഫും മാരി ചെയ്തിട്ടുണ്ടാവേണ്ടത് ഹിന്ദു മാരേജ് ആക്ട് 1955 അനുസരിച്ചിട്ടായിരിക്കണം. രണ്ടാമതായിട്ട് the respondent should be settled in the jurisdiction of the court where the petitioner filed the petition. ഈ പെറ്റീഷണർ ഏത് കോടതിയുടെ അണ്ടറിലാണ് ഈ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളത് ആ ജൂറിസ്ഡിക്ഷന്റെ അണ്ടറിൽ തന്നെ ആയിരിക്കണം ഈ റെസ്പോണ്ടന്റിനെ സെറ്റിൽ ചെയ്തിട്ടും ഉണ്ടായിരിക്കേണ്ടത്. അതായത് പെറ്റീഷണർ ഏത് കോടതി പരിധിയിൽ വെച്ചിട്ടാണ് ഈ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളത് ആ ഒരു ഏരിയയിൽ വെച്ചിട്ട് തന്നെ, അതായത് ആ ഒരു ജൂറിസ്ഡിക്ഷൻ വെച്ചിട്ട് തന്നെ ആയിരിക്കണം ഈ റെസ്പോണ്ടന്റിനെ സെറ്റിൽ ചെയ്തിട്ടും ഉണ്ടായിരിക്കേണ്ടത്. മൂന്നാമതായിട്ട് the husband and the wife should live together for a particular period of time before filing the petition. ഈ ജുഡീഷ്യൽ സെപ്പറേഷൻ ഫയൽ ചെയ്യുന്നതിന് മുൻപ് ഒരു പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം ഈ ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ജീവിച്ചിട്ട് ഉണ്ടായിരിക്കണം. അതായത് ഈ ഹസ്ബൻഡും വൈഫും ഒരു പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു ജുഡീഷ്യൽ സെപ്പറേഷന് വേണ്ടിയിട്ട് കോടതി മുൻപാകെ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ജുഡീഷ്യൽ സെപ്പറേഷൻ ഏതെങ്കിലും ഒരു സ്പൗസിന് ഒരു കോടതി മുൻപാകെ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഗ്രൗണ്ട്സ് ഫോർ ജുഡീഷ്യൽ സെപ്പറേഷൻ ആണ്. ഹിന്ദു മാരേജ് ആക്ട് 1955 അണ്ടറിൽ ഡിവോഴ്സ് ക്ലെയിം ചെയ്യാൻ എന്തൊക്കെ ഗ്രൗണ്ട് വേണം അതേ സെയിം ഗ്രൗണ്ട് തന്നെയാണ് ഈ ജുഡീഷ്യൽ സെപ്പറേഷനും വേണ്ടിയിട്ട് ഉള്ളത്.
സോ ഇതിനു മുൻപ് ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ അതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറയുന്നില്ല. സോ ഗ്രൗണ്ട്സ് ഫോർ ജുഡീഷ്യൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് അഡൽട്ടറി, ക്രൂവൽറ്റി, ഡെസേർഷൻ, കൺവേർഷൻ, ഇൻസാനിറ്റി, ലെപ്രസി, venereal diseases, renunciation of world, has not been heard of as being alive for 7 years. എന്നീ ഗ്രൗണ്ട്സിന്റെ അണ്ടറിലാണ് നമ്മൾ ജുഡീഷ്യൽ സെപ്പറേഷന് വേണ്ടിയിട്ട് ഒരു സ്പൗസ് കോടതിയെ സമീപിക്കുന്നത്. ഇനി നോക്കാൻ പോകുന്നത് ഗ്രൗണ്ട്സ് അവൈലബിൾ ഫോർ വൈഫ് ആണ്. അതായത് വൈഫിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഗ്രൗണ്ട്സും പ്ലസ് ഈ 2 ഗ്രൗണ്ട്സും കൂടി ജുഡീഷ്യൽ സെപ്പറേഷന് വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. അതായത് ഹസ്ബൻഡിന് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ട് എന്നുള്ള അവസരത്തിൽ വൈഫിന് സമീപിക്കാവുന്നതാണ്. അതായത് വൈഫിന് കോടതിയെ ജുഡീഷ്യൽ സെപ്പറേഷന് വേണ്ടിയിട്ട് സമീപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹസ്ബൻഡ് സൊഡോമി, ബെസ്റ്റാലിറ്റി, റേപ്പ് എന്നീ കാര്യങ്ങൾക്കൊക്കെ ഗിൽറ്റി ആണ് എന്നുണ്ടെങ്കിലും ജുഡീഷ്യൽ സെപ്പറേഷന് വേണ്ടിയിട്ട് ഈ വൈഫിന് കോടതിയെ സമീപിക്കാവുന്നതാണ്. ജുഡീഷ്യൽ സെപ്പറേഷന് ശേഷവും 1 വർഷമോ അതിൽ കൂടുതലോ ഈ പാർട്ടീസ് ഒരുമിച്ച് താമസിച്ചിട്ടില്ലെങ്കിൽ ഏത് പാർട്ടിക്ക് വേണമെങ്കിലും കോടതിയെ ഈ മാരേജ് ഡിസോൾവ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിക്കാവുന്നതാണ്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ജുഡീഷ്യൽ സെപ്പറേഷൻ അണ്ടർ ഹിന്ദു മാരേജ് ആക്ട് 1955 പറ്റിയിട്ടാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നമ്മുടെ ഈ ചാനൽ വഴി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്നെ കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.